Hello my dears. In the last class we have discussed to express in P by Q form. Okay, P by Q formulaiku nammal convert cheyanana കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഒരു one digit is repeating അല്ലെ, ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്തു പോകുന്ന കേസാണ് നമ്മൾ കണ്ടത്. Okay, then today also we have to discuss that same questions expressed in P by Q form. First question നോക്കിയേ, ഇവിടെ 5.2 bar. 5.2 bar നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്തപ്പം 0 point ആയിരുന്നു നമ്മൾ ചെയ്തത് അല്ലേ. Then this question is 5.2 bar. ഇവിടെ നമ്മൾ അവിടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്തു. We have to write the first step x equal to 5.2 bar. Okay. Then we start x equal to 5.2 bar. Here which number is repeating? Yes, 2 is repeating. Then we have to write one more time 5.2, 2, 2, etc. That we have to put in equation number 1. അല്ലെ, നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ x equal to 5.2 bar എന്ന് എഴുതി. പിന്നെ നമ്മൾ ഒന്നും കൂടെ x equal to ഏത് നമ്പർ ആണോ റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് ആ നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചു. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഹിയർ 1 digit is repeating. Then which number we have multiply? Yes, we have to multiply with 10. അതായത് ഒരു ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് സൈഡിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 10 into x 10x ആണ് ഈക്വൽ ടു 5.222 into 10 അല്ലെ. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റി നമ്മൾ പോയിന്റ് ഇടുന്നു, ഒരു ഡിജിറ്റ് മാറ്റി നമ്മൾ എഴുതുമ്പോൾ നമുക്ക് 52.22 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. Then what is the next step? Yes, equation number 2 minus equation number 1. Okay, very good. Then equation number 2 minus 1 നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുന്നു, റൈറ്റ് സൈഡും സബ്ട്രാക്ട് ചെയ്യുന്നു. Okay, firstly we have to subtract with in the left side. Left side is 10x minus x. Okay, in the right side the numbers are 52.222 etc. minus 5.22. These are the right side numbers. Okay, then we subtract 10x minus x. What is 10x minus x? Yes, 9x, because here is 1. The coefficient is 1. 10 minus 1 9 ആണ്. 9x equal to ഇനി നമ്മൾ 52.22 ൽ നിന്ന് 5.22 സബ്ട്രാക്ട് ചെയ്യാണ്. നമ്മളുടെ പോയിന്റ് കറക്റ്റ് അടുത്ത നമ്പറിന്റെ പോയിന്റും ആദ്യത്തെ പോയിന്റ് എവിടെയാണോ അതിന്റെ താഴത്ത് തന്നെ വരണം. അല്ലാതെ എവിടെയും കൊണ്ട് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് എഴുതരുത്. ആദ്യത്തെ നമ്പറിന്റെ പോയിന്റ് എവിടെയാണോ അതിന്റെ താഴത്ത് തന്നെ അടുത്ത നമ്പറിന്റെ പോയിന്റ് വരത്തക്ക രീതിയിൽ വേണം നിങ്ങൾ നമ്പർ എഴുതാനായിട്ട്. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും കൊണ്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ല. ആദ്യത്തെ ഫസ്റ്റ് നമ്പറിന്റെ പോയിന്റ് എവിടെയാണോ അതിന്റെ താഴത്ത് തന്നെ നമ്മൾ അടുത്ത നമ്പർ എഴുതി. 2 minus 2 0 0, 5 minus 2 ബോറോ ചെയ്യണം അല്ലെ. 7 4 47 എന്ന് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 47. Then x equal to what is x? Yes, 47 by 9. x ന്റെ വാല്യൂ നമുക്ക് 47 by 9 എന്ന് കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. x എന്ന് പറഞ്ഞാൽ ആരാണ്? Yes, 5.2 bar equal to 47 by 9. This is the answer. Okay, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓരോന്നും കഴിഞ്ഞ് എന്താണ് എഴുതേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. 0.38 bar. Here 2 digit is repeating. ഓക്കെ, അതായത് രണ്ട് നമ്പറിന്റെ മുകളിൽ നമ്മൾ ബാർ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം ഇവിടെ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ x equal to 0.38 ബാർ എന്ന് എഴുതി. ഓക്കെ, നമുക്ക് ഒന്നും കൂടെ ആ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ 38 എന്ന് പറയുന്ന നമ്പറാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത് അല്ലെ.
38, 38, 38, etc. എന്ന് കൊടുക്കാം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഫസ്റ്റ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് ആയിട്ട് എഴുതി. പിന്നെ ഏത് നമ്പർ ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ നമ്പർ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ എഴുതി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഹിയർ 2 ഡിജിറ്റ് ഈസ് റിപ്പീറ്റിംഗ് അല്ലെ, ഇവിടെ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈഡ് വിത്ത് വിച്ച് നമ്പർ? Yes, into 100. Okay, for 1 digit is repeating, we have to multiply it with 10. Here 2 digit is repeating, so we have to multiply first equation by 10. 10 കൊണ്ടല്ല 100. Okay, കാരണം 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, നമ്മൾ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 1 ഡിജിറ്റ് ആണെങ്കിൽ 10 മതിയായിരുന്നു, 2 ഡിജിറ്റ് ആകുമ്പോൾ 100 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി 3 ഡിജിറ്റ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിലോ, യെസ്, നമ്മൾ 1000 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു, സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ഇറ്റ് ബൈ 100. ഓക്കെ, then 100 into x. What is 100 into x? 100x ആണ്. ഇവിടെ 0.3838 into 100. 0.3838 into 100 ആണ് വരുന്നത്. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റി പോയിന്റ് ഇടണം? യെസ്, 2 ഡിജിറ്റ് നമ്മൾ റൈറ്റിലേക്ക് മാറ്റണം. 2 ഡിജിറ്റ് മാറ്റുമ്പോൾ നമുക്ക് 38.3838 എന്ന് പറഞ്ഞ് കിട്ടും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആവുന്നുണ്ടോ? ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതി, റിപ്പീറ്റ് ചെയ്ത് എഴുതി. പിന്നെ എത്ര ഡിജിറ്റ് ആണ് റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കി. ഇവിടെ നമുക്ക് 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 100 into x 100x ആണ്. അടുത്തത് റൈറ്റ് സൈഡിൽ ഇൻറ്റു 100 ചെയ്യുമ്പം 2 ഡിജിറ്റ് മാറ്റി നമ്മൾ പോയിന്റ് ഇടണം. ദാറ്റ് ഈസ് 38.3838. വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? Yes, 2 minus 1. Equation number 2 minus 1. Here the left side is 100x minus x. 100x minus x equal to 38.3838 minus 0.3838 etc. Okay. 100x minus x. Here x, the coefficient is 1. 100 minus 1. Yes, 99x equal to, ഇനി നമുക്ക് ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. 38.38 പിന്നെ 0.38 ആണ് കിടക്കുന്നത് അല്ലെ. അപ്പം 0.083. അപ്പൊ നമുക്ക് 38 എന്ന ആൻസർ കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കണം. എക്സ് ഈക്വൽ ടു 38. 99 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ യെസ് ബൈ 99 നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 38 by 99. ക്ലിയർ ആയോ? ഇനി എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? യെസ്, 0.38 bar equal to 38 by 99. This is the final answer. സിമ്പിൾ ആണ്. നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത അതേ സെയിം മെത്തേഡ് തന്നെയാണ്. പിന്നെ എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു എന്നതിൽ മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യന് ഡിഫറൻസ് വരുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 2.93 bar. 2.93 bar. In this question also 2 digit is repeating. Okay, first നമുക്ക് x equal to എന്ന് പറഞ്ഞെഴുതാം. x equal to 2.93 bar. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് ആ റിപ്പീറ്റ് ചെയ്യുന്നതൊന്ന് എഴുതാം അല്ലെ. 93 is repeating. 93 etc. that we put equation number 1. What is the next step? Yes, into 100 because here 2 digit is repeating. So we have to multiply first equation by 100. Okay, then 100 into x 100x ആണ്. ഇനി നോക്കിക്കേ 2.9393 into 100 അല്ലെ. 2.9393 into 100 ആണ്. 2 ഡിജിറ്റ് നമ്മൾ മാറ്റുമ്പം 93യുടെ ഇപ്പുറത്ത് നമുക്ക് പോയിന്റ് വരും. ഓക്കെ, അപ്പൊ 293.93 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, കാരണം നമ്മൾ 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് ഇടുന്നു. ഈ പോയിന്റ് ഇവിടെ വന്നാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ദി ആൻസർ ഈസ് 293.93.
93 എന്ന് കിട്ടും. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം അല്ലെ. സോറി, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഓക്കെ, ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? യെസ്, ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇവിടെ 100x മൈനസ് എക്സ് ഈക്വൽ ടു 293.9393 എക്സെട്ര മൈനസ് 2.9393 എക്സെട്ര. ഓക്കെ, നമുക്ക് ഇന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 293.93 നോക്കി, ഇവിടെ ഞാൻ അടുത്ത പോയിന്റ് അടുത്ത ഇതിന്റെ താഴത്ത് തന്നെ എഴുതണം. അപ്പൊ ഇവിടെയാണ് ഞാൻ 2 എഴുതുന്നത്. 2.93. ഓക്കെ, ക്ലിയർ? 0 0 1 2 9. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി 291 മതി. ഇവിടെ 100 മൈനസ് എക്സ് 99x ആണ്, ഈക്വൽ ടു 291 കിട്ടി. ഇനി എക്സ് കണ്ടുപിടിക്കണം. 291/99. എല്ലാം പഴയ പ്രോബ്ലം ചെയ്തതുപോലെ തന്നെ സെയിം ആണ്. ഇത് നോക്കി, ഇവര് രണ്ടുപേരെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവര് രണ്ടുപേരും 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. 291നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 99നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 97/33 എന്ന് ആൻസർ കിട്ടും. 97/33. ഓക്കെ, ഇനി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2.93 ബാർ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 97/33. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, എല്ലാം ഒരുപോലെയാണ്. പക്ഷെ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ വരുന്ന ഇനിയുള്ള ക്വസ്റ്റ്യൻസിനെല്ലാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 0.001 ബാർ. 0.001 ബാർ. ആദ്യത്തേതെല്ലാം നമ്മൾ അതുപോലെ തന്നെ അത് നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എക്സ് ആയിട്ട് എടുക്കുന്നു. 0.001 ബാർ. ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് എഴുതുന്നു. 0.001 ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് 001 ആണ് അല്ലെ. 001 001 എക്സെട്ര. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ എത്ര ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നു? Yes, here 3 digits is repeating. So we have to multiply which number? Yes, into 1000. 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ we multiplied by 1000. Okay, then 1000 into x. 1000 x ആണ് equal to 0.001 into 1000. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമ്മൾ എത്ര ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റി പോയിന്റ് ഇടണം? യെസ്, 3 ഡിജിറ്റ് നമ്മൾ റൈറ്റിലേക്ക് മാറ്റി പോയിന്റ് ഇടണം. ഇവിടെ നമ്മൾ 3 ഡിജിറ്റ് കഴിയുമ്പോൾ പോയിന്റ് ദേ ഇവിടെ വന്നു അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം 0.001 എന്ന് പറഞ്ഞ് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാല് യെസ് 2 മൈനസ് 1. ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇൻ ദ ലെഫ്റ്റ് സൈഡ് ഹിയർ ദ നമ്പേഴ്സ് ആർ 1000x മൈനസ് എക്സ്. 1000x ആണ് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്നത്. ദെൻ 001.001 001 etc. 0.001 001 etc. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, നമ്മൾ സബ്ട്രാക്ട് ചെയ്യാൻ പോവുകയാണ് അല്ലെ. 1000 minus 1. What is 1000 minus 1? Yes, 999x ആണ് equal to. ഇനി നമുക്ക് ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യാം. 001.001 minus 0.001. Okay, then 0.001 പോയിന്റ് വരും. ബാക്കിയെല്ലാം 0 ആണ്. ലെഫ്റ്റിലേക്ക് 0 വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. സോ ദ ആൻസർ ഈസ് 1. Then x equal to 1/999. Then x എന്ന് പറഞ്ഞാൽ ആരാണ്? 0.001 ബാർ equal to
1/999. ക്ലിയർ ആയാലും? അപ്പൊ 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്താലും 1 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്താലും 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്താലും സെയിം ആണ് പ്രൊസീജിയർ വരുന്നത് അല്ലെ? സെയിം ആണ്, അതേപോലെ തന്നെ. അപ്പം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് നോക്കി നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. ഓക്കെ, ക്ലിയർ ആയാലും ഈ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ ഓക്കെ, then fifth question നോക്കിയേ. 23.43 ബാർ. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എക്സ് ആയിട്ട് എടുക്കുന്നു. എക്സ് ഈക്വൽ ടു 23.43 ബാർ. ഓക്കെ, ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കി പോകുക. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ എഴുതുന്നു. പിന്നെ നമ്മൾ ഏത് നമ്പർ ആണോ റിപ്പീറ്റ് ചെയ്യുന്നത് ആ നമ്പർ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നു. 4343 എക്സെട്രാ. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമ്മൾ നോക്കും ഹൗ മെനി ഡിജിറ്റ്സ് വി ആർ റിപ്പീറ്റിംഗ് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എത്ര ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു? യെസ്, 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 100. നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി 100 ഇൻറ്റു എക്സ് 100x ആണ്. 23.4343 ഇൻറ്റു 100 നമ്മൾ 2 ഡിജിറ്റ് റൈറ്റിലേക്ക് മാറ്റി പോയിന്റ് ഇടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2300.4343 എക്സെട്ര എന്ന് പറഞ്ഞു. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ സെപ്പറേറ്റ് എഴുതി ചെയ്യേണ്ട കാര്യമില്ല അല്ലെ? 23.4343 ഇൻറ്റു 100 അല്ലെ? 2 ഡിജിറ്റ് മാറ്റുമ്പോ ഇവിടെയാണ് പോയിന്റ് വരുന്നത്. നമുക്ക് ഓൾറെഡി ഒരു 23 അവിടെ മുൻപിൽ കിടപ്പുണ്ട്. അപ്പൊ 2343.43 എന്ന് പറഞ്ഞു വരും. ഓക്കെ, ഇനി നമ്മൾ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? 2 മൈനസ് 1 ഇക്വേഷൻ നമ്പർ 2 മൈനസ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇവിടെ 100x മൈനസ് എക്സ് ഈക്വൽ ടു 2343.43 മൈനസ് 23.4343 എക്സെട്ര. ഓക്കെ, ഇനി 100x മൈനസ് എക്സ് 100 മൈനസ് 1 99x ആണ്. 99x ഈക്വൽ ടു ഇനി നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ? 2343.43 ഇവിടെ നമുക്ക് 23.43. ഓക്കെ, ആ ഫസ്റ്റ് നമ്പറിന്റെ താഴത്ത് തന്നെ പോയിന്റ് വരത്തക്ക രീതിയിൽ നമ്മൾ എഴുതി 0000232. അപ്പൊ നമുക്ക് കിട്ടി 2320 എന്ന് കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് ഇതിനകത്ത് എക്സ് എഴുതണം. എക്സ് ഈക്വൽ ടു 2320 ഡിവൈഡഡ് ബൈ 99. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എക്സ് എന്ന് പറഞ്ഞാല് 23.43 ബാർ ആണ്. ഓക്കെ, 23.43 ബാർ ഈക്വൽ ടു 2320 ബൈ 99. ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇന്ന് പഠിച്ചിരിക്കുന്നത്. 2 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുന്നതും 3 ഡിജിറ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നതുമാണ്. 2 ഡിജിറ്റ് ആകുമ്പം ഇൻറ്റു 100 ചെയ്യുക, 3 ഡിജിറ്റ് ആകുമ്പം ഇൻറ്റു 1000 ചെയ്ത് സെയിം പ്രൊസീജിയർ തന്നെയാണ് വരുന്നത്. അപ്പം ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 1 ഡിജിറ്റ് 2 ഡിജിറ്റ് 3 ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, താങ്ക് യു.